ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ഒരു സദസ്സിൻ്റെ പുണ്യം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും എന്നുള്ളതാണ്. നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും എന്നുള്ളതാണ്. വാല കഴിഞ്ഞ് നമ്മൾ എണീറ്റിട്ട് പോവാണ്. അപ്പോൾ അള്ളാഹു പറയും, ഖൂമു മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ പോയിക്കോളൂ, അള്ളാഹു നിങ്ങളുടെ സർവ്വ പാപങ്ങളും പുറത്തു തന്നിട്ടുണ്ട് എന്ന് അള്ളാഹു പറയും. ഖൂമു മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ പോവാണല്ലേ, ഇതുവരെ ഇരുന്നത് കാരണം നിങ്ങളുടെ പാപങ്ങൾ ഞാൻ പുറത്തു തന്നിട്ടുണ്ട്. ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ജലീസുഹും, ഇവിടെ ഇരുന്ന ഒരാളും പരാജയപ്പെടൂല എന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും ഓൺലൈൻ ആത്മീയ മജ്ലിസിൽ ഇതൊന്നും കിട്ടൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അംറും ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകർ, ഇതൊക്കെ നമ്മൾക്ക് ഒരുമിച്ച് കൂടാനുള്ള അവസരങ്ങളാണ്. പരസ്പരം ആശങ്കകളും പ്രയാസങ്ങളും ആവലാദികളും പങ്കുവെക്കാനുള്ള ഒരു വേദിയാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ആ പഴയ മടിയിൽ നിന്നും അലസതയിൽ നിന്നും സടകുടഞ്ഞെഴുന്നേറ്റ് സജീവമായ ഇത്തരം പരിപാടികളൊക്കെ വിജയിപ്പിച്ചു കൊടുക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സമ്പാദ്യങ്ങളെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നിങ്ങളുമായി എനിക്ക് സംസാരിക്കാനുള്ളത്. സമ്പാദ്യം ഹലാലാവണം, ശരീരം ആരോഗ്യമുള്ളതാവണം. ഹലാലായി സമ്പാദിക്കുന്നവർക്ക് അള്ളാഹു ആരോഗ്യമുള്ള ശരീരം നൽകും. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരന്തരമായി അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരുന്ന ഒരു നിഅമത്താണ്, ഒരു അനുഗ്രഹമാണ് ആഫിയത്ത്, ആരോഗ്യം. എല്ലാ ദിക്റുകളിലും, പ്രഭാത ദിക്റുകളിലും പ്രദോഷത്തിലുള്ള ദിക്റുകളിലും അള്ളാഹുവിനോട് നിരന്തരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരോഗ്യത്തെ ചോദിച്ചുകൊണ്ടേയിരുന്നു. നമ്മളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ അള്ളാഹുവിനോട് ആരോഗ്യത്തെ ചോദിച്ചു വാങ്ങണം എന്ന്. സല്ലല്ലാഹുൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് ആരോഗ്യത്തെ ചോദിക്കണം. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊരു ഹദീസുണ്ട്. നിങ്ങൾ രാവിലെ എണീക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് ആഫിയത്തുള്ള ശരീരമാണെങ്കിൽ, രാവിലെ ഉണരുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടെങ്കിൽ വലിയൊരു നിഅമത്താണ് അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ആരോഗ്യത്തോടുകൂടി എണീക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചാൽ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സൗഭാഗ്യമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു തരികയാണ്. നബി തങ്ങളുടെ മറ്റൊരു ഹദീസുണ്ട്, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ആരാണ് ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവൻ. ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവൻ. വഹസുന അമലുഹു, ജീവിക്കുന്ന കാലമത്രയും നന്മ ചെയ്ത് ജീവിക്കുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവനെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്ക്, 60 വയസ്സായ ഒരു മനുഷ്യൻ മരിച്ചുപോയി, അതോടൊപ്പം 80 വയസ്സായ ഒരാളും മരിച്ചുപോയി. രണ്ടുപേരും ഒരുപോലെ അമല് ചെയ്തവരാണെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ ആരാണ് മുൻപന്തിയിൽ ഉണ്ടാവുക? ആരായിരിക്കും അള്ളാഹുവിന്റെ കോടതിയിൽ മുൻപന്തിയിൽ ഉണ്ടാവുക? 80 വയസ്സുവരെ ഒരാൾ ജീവിച്ചു ആരോഗ്യത്തോടെ, വേറെ ഒരാൾ 60 വയസ്സുവരെ ജീവിച്ചു ആരോഗ്യത്തോടുകൂടെ.
രണ്ടുപേരും മരിച്ചുപോയി, സ്വാഭാവികമായ മരണം. എങ്കിൽ ആരാണ് അള്ളാഹുവിന്റെ കോടതിയിൽ ഏറ്റവും ഉന്നതമായ പദവി ലഭിക്കുന്നത്? ആർക്കായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അസ്ബഹ മിൻകും മുആഫൻ ഫീ ജസദിഹി ആമിനൻ ഫീ സിർബിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ. ഒരാൾ ആരോഗ്യത്തോടെ ഉണരുകയും ആമിനൻ ഫീ സിർബിഹി, സേഫ്റ്റി, ആമിൻ, നിർഭയത്വം ലഭിക്കുകയും ചെയ്താൽ, ആരോഗ്യം വേണം, നിർഭയത്വം വേണം, ഖൂതു യൗമി, അന്നത്തേക്കുള്ള ഭക്ഷണവും വേണം. അല്ലേ? നമ്മൾക്ക് ഏറ്റവും പ്രധാനം ആരോഗ്യമാണ്. ആരോഗ്യമുണ്ടെങ്കിൽ അടുത്തത് സേഫ്റ്റിയാണ്, നിർഭയത്വം, അമ്ന്. അതേറ്റവും ഇമ്പോർട്ടന്റ് ആയ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് നമ്മൾക്കുണ്ടാക്കാൻ പറ്റുന്നതല്ല. ഭരിക്കുന്ന സർക്കാർ പൗരന്മാർക്ക് നൽകേണ്ടതാണ് സേഫ്റ്റി എന്ന് പറയുന്നത്, നിർഭയത്വം എന്ന് പറയുന്നത്, സുരക്ഷിതത്വം എന്ന് പറയുന്നത്. സുരക്ഷിതത്വമില്ലെങ്കിൽ പുറത്തിറങ്ങാൻ കഴിയില്ല. സ്വന്തം വീട്ടിൽ പോലും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയില്ല. നാട്ടിൽ നിരന്തരമായ ഇന്റേണൽ ആയിട്ടുള്ള യുദ്ധങ്ങളാണ്, ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, വർഗീയ ലഹളകളാണ്. ഇത്തരമൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായാൽ സ്വന്തം വീടിന്റെ അകത്തളങ്ങളിൽ പോലും സേഫായി കിടന്നുറങ്ങാൻ നമ്മൾക്ക് കഴിയില്ല, സമാധാനത്തോടെ ഉറങ്ങാൻ നമ്മൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഓരോ ഗവൺമെന്റുകളും ഓരോ സർക്കാരുകളും പൗരന്മാർക്ക് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നൽകേണ്ട ഒരു എന്താണ്, അവർക്ക് നൽകേണ്ട അവരുടെ അവകാശമാണ് നിർഭയത്വത്തോടുകൂടി ജീവിക്കാനുള്ള അവസരം. ഇപ്പൊ ഈ മൂന്നെണ്ണം നമ്മൾക്ക് ലഭിച്ചാൽ, ഒന്ന് ആഫിയത്ത്, ആരോഗ്യം, അല്ലാഹു നമ്മൾക്ക് തരട്ടെ. രണ്ട് ആമിനൻ ഫീ സിർബി, നാട്ടിൽ നിർഭയത്വം, സമാധാനം, അതും അല്ലാഹു നമ്മൾക്ക് തന്നിട്ടുണ്ട്. പിന്നെയോ ഇൻദഹു ഖൂതു യൗമിഹി, ഒരു ദിവസത്തെ ഭക്ഷണം, ഒരു ദിവസത്തെ, നാളേക്കുള്ളതല്ല, ഇന്ന് ഇശാ വരെയുള്ള ഭക്ഷണം നിങ്ങൾക്കുണ്ടെങ്കിൽ ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ, ദുനിയാവ് മുഴുവനും നിങ്ങൾക്ക് ലഭിച്ചതുപോലെയായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു പറഞ്ഞൊരു ഖുദ്സിയായ ഹദീസ്, ലാ തസ്അൽനി റിസ്ഖ ഗദിൻ, നാളത്തെ ഭക്ഷണം നിങ്ങൾ എന്നോട് ചോദിക്കാൻ പാടില്ല. ഇന്ന് 23 ആണ്, 24-ാം തീയതി ബ്രേക്ക്ഫാസ്റ്റ് അത് നിങ്ങൾ ചോദിക്കരുത്. ഇന്നത്തെ ഡിന്നർ അത് നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഞാൻ തരാം. ലാ തസ്അൽനി റിസ്ഖ ഗദിൻ, നാളത്തെ ഭക്ഷണം നിങ്ങൾ എന്നോട് ചോദിക്കാൻ പാടില്ല. ഇതുപോലെ കമാലം അസ്അൽക അമല ഗദിൻ, നാളത്തെ അമലുകൾ ഞാൻ നിന്നോട് ഇന്ന് ചെയ്യാൻ പറയുന്നില്ലല്ലോ. അല്ലാഹു പറയാൻ, നാളത്തെ സുബഹി നിസ്കാരം ഇന്ന് നിസ്കരിക്കാൻ അല്ലാഹു ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? നാളെ നിങ്ങൾക്ക് കോഴിക്കോട് പോകണം, അപ്പൊ നിങ്ങൾക്ക് എന്ത് നിസ്കരിക്കാൻ സമയം കിട്ടൂല. അതുകൊണ്ട് നാളത്തെ ളുഹർ ഞാൻ ഇന്ന് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങളുടെ നിസ്കാരം സ്വീകാര്യമാകുമോ? ഇല്ല. എന്തുകൊണ്ട്? നാളത്തെ നിസ്കാരം ഇന്ന് നിസ്കരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അടുത്ത വർഷത്തെ ഹജ്ജ് ഈ വർഷം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അടുത്ത റമദാനിലെ നോമ്പ് ഞാൻ ജീവിച്ചിരിക്കുമോ എന്നെനിക്കറിയില്ല, അതുകൊണ്ട് ഈ മാസം തന്നെ ഞാൻ 30 നോമ്പ് നോക്കി തീർക്കട്ടെ എന്നൊരാൾ തീരുമാനിച്ചു. നോമ്പ് സ്വഹീഹല്ല, അയാളോട് അല്ലാഹു ആവശ്യപ്പെട്ടിട്ടില്ല. അതേപോലെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ചോദിക്കാൻ പാടില്ല, നാസ്ത അല്ലാഹുവിനോട് ചോദിക്കാൻ പാടില്ല, നാളത്തെ ലഞ്ചും ചോദിക്കാൻ പാടില്ല, ഡിന്നറും ചോദിക്കാൻ പാടില്ല. പിന്നെയല്ലേ ഒരു പെൺകുട്ടി ജനിക്കുമ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആശങ്ക, ടെൻഷൻ, അടുത്തതും പെണ്ണാണോ എന്നുള്ളൊരു ആശങ്ക. എന്തിന്? 18 വർഷം കഴിഞ്ഞ് ഈ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ ചിന്തിച്ച് 18 വർഷം മുമ്പേ നിങ്ങൾ ആശങ്കയോടെ ജീവിക്കാൻ.
18 വർഷം അപ്പുറത്തുള്ള കഥയാണ് കല്യാണം. അതുവരെ ആരൊക്കെ ജീവിച്ചിരിക്കും? ഈ മകളുണ്ടോ, ഞാനുണ്ടോ, ഈ ഭൂമി തന്നെയുണ്ടോ എന്ന് നമ്മൾക്കറിയില്ല. ആ 18 വർഷം ശേഷമുള്ളതിനെ കുറിച്ച് ഇന്ന് തന്നെ നമ്മൾ വ്യാകുലപ്പെട്ട് വിഷമത്തോടെ നിൽക്കാണ്. അടുത്തതും പെണ്ണാണോ, 4 എണ്ണായില്ലേ, ഇനിയും പെണ്ണാണോ? ചോദിക്കണ്ട, ആശങ്കപ്പെടുകയും വേണ്ട, ഇന്നത്തത് ചോദിക്കൂ എന്നാണ് അള്ളാഹു പറഞ്ഞത്. നാളത്തെ ഭക്ഷണം നിങ്ങൾ എന്നോട് ചോദിക്കാൻ പാടില്ല. ഇതുപോലെ കമാലം അസ്അൽക അമല ഗദിൻ, നാളത്തെ അമല് നിങ്ങളോട് ചോദിക്കാത്തതുപോലെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 3 കാര്യങ്ങൾ അല്ലാഹു നമ്മൾക്ക് തന്നാൽ ആഫിയത്തോടുകൂടിയുള്ള പ്രഭാതം, സുരക്ഷിതമായ ഒരു ദിവസം, ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം, ഈ 3 കാര്യങ്ങൾ ഉണ്ടായാൽ ദുനിയാവിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ചവരാണ് നിങ്ങളെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ലഭിക്കുന്ന നിഅമത്തുകളിൽ, നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആഫിയത്താണ്, ആരോഗ്യമാണ്. കാരണം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നബി തങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് യഖീനിന്റെ ശേഷം, യഖീൻ എന്ന് പറഞ്ഞാൽ ഈമാൻ ലഭിച്ചതിന് ശേഷം ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറയുന്നത് ആഫിയത്താണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ ലഭിച്ചതിന് ശേഷം ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? നമ്മളൊക്കെ മുസ്ലിമായതിൽ സന്തോഷിക്കുന്നവരാണ്, അല്ലെ? തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ് നമ്മൾ. അൽഹംദുലില്ലാഹില്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്ന നിഅമത്ത് എനിക്ക് നീ തന്നുവല്ലോ, അതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ നമ്മൾക്ക് ലഭിച്ച ഏറ്റവും വലിയ നിഅമത്ത് ഈമാനാണ്. മുസ്ലിമാവാൻ നമ്മൾക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്. എന്നാൽ അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ നിഅമത്ത് എന്ന് പറയുന്നത്, രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ആഫിയത്താണ്, ആരോഗ്യമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ നമ്മോട് ചോദിക്കുന്നത്, ഞാൻ നിനക്ക് ആരോഗ്യം തന്നില്ലയോ, ആ ആരോഗ്യത്തെ നീ എങ്ങനെ നഷ്ടപ്പെടുത്തി എന്ന് അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്നാണ്. അലം നുസഹി ബദനക്, നിന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം തന്നില്ലേ, നിന്റെ ശരീരത്തിന് ഞാൻ ആഫിയത്തിന് തന്നില്ലേ എന്ന് അല്ലാഹു നാളെ ചോദിക്കുമെന്നാണ്. ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നാളെ മഹ്ശറാലോകത്ത് അല്ലാഹു തആല ഓരോ മനുഷ്യനോടും അവൻ നൽകിയ നിഅമത്തുകളെ, അവന് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കുമെന്ന് പരിശുദ്ധ ഖുർആനാണ് നമ്മോട് പഠിപ്പിക്കുന്നത്. നമ്മൾക്ക് തന്ന നിഅമത്തുകളെ അല്ലാഹു ചോദിക്കും. ഏതാണ് ആ നിഅമത്ത് എന്നറിയോ? അലം നുസഹി ബദനക്, നിനക്ക് ഞാൻ ആരോഗ്യം തന്നില്ലേ, അതാണ് ഏറ്റവും വലിയ നിഅമത്ത്. അപ്പൊ ഈ ആരോഗ്യത്തെ നമ്മളായിട്ട് നഷ്ടപ്പെടുത്തിയാലോ നമ്മൾ കുറ്റക്കാരാണ്. ഏതുപോലെ ളുഹർ നിസ്കാരം ഖളാ ആക്കുന്നവൻ അല്ലാഹുവിന്റെ അടുത്ത് കുറ്റക്കാരനാകുന്നത് പോലെ ഒരു മനുഷ്യൻ അല്ലാഹു തന്ന ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തിയാൽ അതേപോലെ അല്ലാഹുവിന്റെ കോടതിയിൽ അയാൾ കുറ്റക്കാരനാണ്. സുബഹി നിസ്കാരം നമ്മൾ ഉറങ്ങിക്കൊണ്ട് നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മൾ ഉത്തരവാദിയാകുന്നത് പോലെ അല്ലാഹു തന്ന നമ്മുടെ ശരീരത്തെ മയക്കുമരുന്നും കള്ളും കഞ്ചാവും ലഹരിയും അമിതമായ ഭക്ഷണവും ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തെ നമ്മൾ നശിപ്പിച്ചാൽ, നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ നശിപ്പിച്ചാൽ അല്ലാഹുവിന്റെ കോടതിയിൽ അല്ലാഹു നാളെ ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയാതെ പ്രയാസപ്പെടേണ്ടി വരും. അലം നുസഹി ബദനക്, നിനക്ക് ഞാൻ ആരോഗ്യം തന്നിട്ട് എന്തേ നിന്റെ ആരോഗ്യത്തെ നീ സംരക്ഷിക്കാത്തത് എന്ന് അല്ലാഹു നാളെ ചോദ്യം ചെയ്യും മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖുൽതു, ഞാൻ നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലിംനി ശൈഅൻ അസ്അലുല്ലാഹ അസ്സ വജല്ല, അല്ലാഹുവിനോട് ചോദിക്കാനുള്ള എന്തെങ്കിലും ഒരു പ്രാർത്ഥന എനിക്ക് പഠിപ്പിച്ചു തരുമോ?
അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങൾ നബി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ, അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ള ഒരു പ്രാർത്ഥന എനിക്ക് പഠിപ്പിച്ചു തരുമോ? അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത്, സലില്ലാഹൽ ആഫിയ, നീ അള്ളാഹുവിനോട് ആരോഗ്യത്തെ ചോദിക്കണം. നിങ്ങൾ ദുആർക്കാറുണ്ടോ? പഠിച്ചോനോട് എനിക്ക് ആരോഗ്യം തരണേ, മരിക്കുന്നത് വരെ ആരോഗ്യം നൽകണേ അല്ലാഹ്. കണ്ണിന്റെ കാഴ്ച ശക്തി, ചെവിയുടെ കേൾവി ശക്തി, മറ്റുള്ള അവയവങ്ങളുടെ ആരോഗ്യം അല്ലാഹുവേ മരണം വരെ നീ നിലനിർത്തണേ എന്ന് നിങ്ങൾ ദുആ ചെയ്യാറുണ്ടോ? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ആവശ്യപ്പെടുന്നത് സലില്ലാഹൽ ആഫിയ, നീ അല്ലാഹുവിനോട് ആരോഗ്യത്തെ ചോദിക്കണം. ഫമകസ്തു അയ്യാമൻ, പിന്നെ ഞാൻ നബി തങ്ങളിൽ നിന്ന് കുറെ കാലം കഴിഞ്ഞ് വീണ്ടും നബി തങ്ങളെ കാണാൻ പോയി. സുമ്മ ജിഅ്തു, പിന്നെ ഞാൻ നബി തങ്ങളോട് വീണ്ടും പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലിംനി ശൈഅൻ അസ്അലുഹുല്ലാഹ്, അല്ലാഹുവിനോട് ചോദിക്കാൻ വല്ലതും എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് ഞാൻ പിന്നെപ്പോഴോ കണ്ടപ്പോൾ നബി തങ്ങളോട് ആവശ്യപ്പെട്ടു. അപ്പോഴും നബി തങ്ങൾ പറഞ്ഞത്, യാ അബ്ബാസ്, യാ അമ്മ റസൂലില്ലാഹ്, അബ്ബാസ് എന്നവരെ, സലില്ലാഹൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണം അബ്ബാസ് എന്നവരെ. ഒരു തവണ പറഞ്ഞു, പിന്നെ കുറെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ നബി തങ്ങളോട് ഒരു ദുആ പഠിപ്പിച്ചരോ എന്ന് ചോദിച്ചപ്പോ വീണ്ടും നബി തങ്ങൾ പറഞ്ഞത് സലില്ലാഹൽ ആഫിയ, അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണം. ഒരിക്കൽ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മർറ ബിഖൗമിൻ മുബ്തലീന, അല്ലാഹുവിന്റെ പരീക്ഷണം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സമുദായത്തിന്റെ ഒരു കൂട്ടം ആളുകളുടെ സമീപത്തുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നുപോയി. അപ്പൊ നബി തങ്ങൾ അല്ലാഹുവിന്റെ പരീക്ഷണം അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകളെ കണ്ടപ്പോ നബി തങ്ങൾ അവരോട് ചോദിച്ചു, അമാ കാന ഹൗലാഇ യസ്അലൂനൽ ആഫിയ, ഈ വിഭാഗം അല്ലാഹുവിനോട് ആരോഗ്യത്തെ ചോദിക്കുന്നില്ലേ? രോഗികളായി പരീക്ഷിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളുടെ മുമ്പിലൂടെ നബി തങ്ങൾ നടന്നുപോയപ്പോ നബി തങ്ങൾ ചോദിച്ചു, എന്റെ ഈ കൂട്ടം അല്ലാഹുവിനോട് ആഫിയത്തിന് ചോദിച്ചുകൂടായിരുന്നോ ഇവർക്ക്? അല്ലാഹുവിനോട് ആരോഗ്യത്തെ ചോദിച്ചുകൂടായിരുന്നോ ഇവർക്ക്? ആഫിയത്തിനെ ചോദിച്ചുകൂടായിരുന്നോ ഇവർക്ക് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, ലൗ അലിംതു അയ്യ ലൈലത്തിൻ ലൈലത്തുൽ ഖദർ, നബിയേ, ഏത് രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലൗ അലിംതു, ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഏതു രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, കാന അക്സറു ദുആഇ ഫീഹാ, ആ ലൈലത്തുൽ ഖദറിൽ ഞാൻ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യുന്നത് അസ്അലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, അസ്അലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, അല്ലാഹുവേ എനിക്ക് നീ അഫ്വിനെ തരണേ അല്ലാഹ്, അല്ലാഹുവേ എനിക്ക് നീ ആഫിയത്തിനെ തരണേ എന്ന് ഞാൻ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ദുആ ചെയ്യുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ജീവിതത്തിൽ ഒരു ഗുളിക പോലും കഴിക്കാത്ത ആരെങ്കിലും സദസ്സിലുണ്ടോ? ഉണ്ടെങ്കിലും ഒന്ന് കേൾക്കും. ഒരു ടാബ്ലറ്റ് പോലും കഴിക്കാത്തവർ, ഹോസ്പിറ്റലിൽ പോവാത്തവർ, ഒരു ദിവസം പോലും അഡ്മിറ്റ് ചെയ്യപ്പെടാത്തവർ ഇല്ലേ? എല്ലാവരും ഹോസ്പിറ്റലിൽ പോയവരാണ്, എല്ലാവരും മരുന്ന് കുടിച്ചവരാണ്. ഭക്ഷണം പോലെ മരുന്ന് കുടിക്കുന്നവരുണ്ടോ? ഭക്ഷണം പോലെ മരുന്ന് കഴിക്കുന്നവർ, ഒരു നേരം തന്നെ 4ഉം 5ഉം ഗുളിക കഴിക്കുന്നവർ. ഗുളിക കഴിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുന്ന ആളുകൾ ചിന്തിക്കുക. സത്യത്തിൽ കഴിക്കേണ്ട ഗുളികകളൊക്കെ എല്ലാ ഗുളികകളും കഴിക്കണം എന്നില്ല കേട്ടോ. കഴിക്കേണ്ട ഗുളികളൊക്കെ കഴിക്കണം. ഗുളിക കഴിക്കാതെ ജീവിക്കാനും പാടില്ല, വേറെ വിഷയമാണ്. രോഗമുള്ള ആളുകൾ, അതും തെറ്റാണ്. പക്ഷേ എല്ലാ ഗുളികകളും ഇങ്ങനെ വാരി വലിച്ച് തിന്നാനും പാടില്ല. ഏത് കഴിക്കണം, എന്തൊക്കെ കഴിക്കണമെന്ന് വിശ്വസ്തരായ ഡോക്ടർമാരുമായി സംസാരിച്ചിട്ട് ആവശ്യമുള്ളത് കഴിച്ചാൽ മതി. ഭക്ഷണം കഴിക്കുന്നത് പോലെ ഗുളിക കഴിക്കരുത്. ആയിഷ ബീവി പറയാൻ, ലൈലത്തുൽ ഖദർ ഏതാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നുവെങ്കിൽ ഞാൻ അല്ലാഹുവിനോട് അസ്അലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, ഞാൻ അല്ലാഹുവിനോട് അഫ്വിനെയും ആഫിയത്തിനെയും ചോദിക്കുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ
എന്താ അഫ്വ് എന്ന് പറഞ്ഞാല്? അഫ്വ് എന്ന് പറഞ്ഞാൽ എന്താ അറിയുന്നവർക്ക് അഫ്വ് ഇവിടെ സംസാരിച്ചോളിട്ടോ ഇങ്ങനെ ഉറങ്ങുന്ന പോലെ നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചോദിച്ചാൽ മറുപടിയൊക്കെ പറയാം. ഞാൻ സലാം പറഞ്ഞിട്ട് ഇങ്ങാരും മടക്കിയിട്ടില്ല, അത് വേറെ വിഷയമാണ്. എന്താ അഫ്വ് എന്ന് പറഞ്ഞാൽ? അഫ്വ് വേറെ, മഗ്ഫിറത്ത് വേറെയാണ്. അഫ്വിന്റെ അർത്ഥം മാപ്പ് എന്നാണ്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപമോചനം എന്നാണ്. പക്ഷെ അഫ്വ് വേറെയാണ്, മഗ്ഫിറത്ത് വേറെയാണ്. ഒരാൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ എനിക്ക് നീ പൊറുത്തുതാ റബ്ബേ. കള്ളു കുടിച്ചിട്ട് ഒരാൾ പഠിച്ചവനോട് കുറ്റബോധം വന്നു, കഞ്ചാവടിച്ചു, മയക്കുമരുന്ന്, MDMA കാലാണ് ഇതല്ലേ. MDMA എന്തൊക്കെ പേരാണ് പഠിച്ചോ നമ്മൾ കേൾക്കാൻ പോകുന്നത്. LGBTQ കേട്ടിട്ട് നിങ്ങൾ പഠിച്ച് കേട്ടിട്ടില്ലേ? അതൊക്കെ ഇനി കേൾക്കാൻ പോവാണ്. ABCD മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ, LGBTQ ഒന്നും കേട്ടിട്ടില്ല അല്ലേ? കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ കേൾക്കും. അതൊക്കെ ഇങ്ങനെ സർവ്വസാധാരണയായിട്ട് കേൾക്കാൻ പോകുന്ന അക്ഷരങ്ങളാണ്. എന്താ പറഞ്ഞത്? അഫ്വ് എന്താണ്, മഗ്ഫിറത്ത് എന്താണ്? ഒരാൾ കള്ളു കുടിച്ച് അല്ലാഹുവിനോട് കുറ്റബോധത്തോടുകൂടി പൊരുത്തം ചോദിക്കുകയാണ് പടച്ചവനോട്, അല്ലാഹുവേ എനിക്ക് നീ പൊറുത്തു താ റബ്ബേ, ഞാൻ ഇനി കുടിക്കൂല, ഞാൻ ഇനി കഞ്ചാവടിക്കൂല, ലഹരി ഉപയോഗിക്കൂല. ആത്മാർത്ഥമായിട്ട് തന്നെ ദുആ ചെയ്തു, അല്ലാഹു പുറത്തു കൊടുത്തു. എങ്കിൽ ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആഖിറത്തിലെത്തി കോടാനക്കോടി ആളുകളുടെ മുമ്പിൽ വെച്ച് മുഹമ്മദ് എന്ന് വിളിച്ച് അയാളോട് തെറ്റൊക്കെ വായിക്കാൻ പറയും. 4 ദിവസം കള്ളു കുടിച്ചു. ഇതൊക്കെ വായിക്കുമ്പോൾ അയാൾ പേടിച്ച് ഉരുകി ഒലിക്കും. എന്തേ, ഞാൻ ചെയ്ത തെറ്റൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഞാൻ ഇതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമല്ലോ എന്ന് പേടിച്ചിരിക്കുമ്പോഴാണ് അല്ലാഹു അയാളോട് പറയുന്നത്, നീ ദുനിയാവിൽ അത് മറച്ചു വെച്ചതു കാരണത്താൽ, ആരോടും പറയാതെ, ആരാരും അറിയാതെ എന്നോട് മഗ്ഫിറത്ത് ചോദിച്ചത് കാരണത്താൽ ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുകയാണ്. അതിന്റെ പേരിൽ നീ പേടിക്കണ്ട. തെറ്റവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ നിനക്ക് ഞാൻ മാപ്പ് തന്നു. ഒരു പേടിക്കും, ഒരു കാളലുണ്ടാകും. ആരാ പേടിക്കാത്ത? മഹ്ശറിലെത്തി നമ്മുടെ തെറ്റുകളൊക്കെ കാണുമ്പോൾ ഈ തെറ്റിന്റെ പേരിലൊക്കെ അല്ലാഹു ശിക്ഷിക്കുമെന്ന് ആർക്കാ പേടിയില്ലാത്ത? എന്നാൽ അഫ്വ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പടച്ചോനെ എനിക്ക് നീ അഫ്വ് തരണേ പടച്ചോനെ, എനിക്ക് നീ മാപ്പ് തരണേ പടച്ചോനെ എന്നൊരാൾ അഫ്വിന് വേണ്ടി ദുആ ചെയ്തു. കള്ളു കുടിച്ചൊരു മനുഷ്യൻ, അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തു എങ്കിൽ നാളെ മഹ്ശറ ലോകത്തെത്തിയാൽ കോടാനക്കോടി ആളുകളുടെ മുമ്പിൽ അയാളുടെ തിന്മയുടെ ഏടെടുത്തു നോക്കുമ്പോ ഇയാൾ കുടിച്ച കള്ള് അവിടെ ഉണ്ടാവില്ല, ഇയാൾ ചെയ്ത തെറ്റിന്റെ എഴുത്ത് അവിടെ ഉണ്ടാവില്ല, രേഖ അവിടെ ഉണ്ടാവില്ല. രേഖ തന്നെ അല്ലാഹു മായ്ച്ചു കളയുന്ന, അതാണ് അഫ്വ് എന്ന് പറഞ്ഞാൽ. രണ്ടും പാപമോചനം തന്നെയാണ്. മഗ്ഫിറത്ത് കൊണ്ട് അതിൻ്റെ കറ അവിടെ ബാക്കിയുണ്ടാകും. അഫ്വ് ലഭിച്ചാൽ കറ പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് അഫ്വാണോ വലുത്, മഗ്ഫിറത്താണോ വലുത്? ഏതാ വലുത്? അഫ്വാ വലുത്. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ഏതാണെന്നറിഞ്ഞാൽ എന്ത് ദുആ ചെയ്യണമെന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകുന്നവനെയും മാപ്പിനെയും നിനക്കിഷ്ടമാണ്, അതുകൊണ്ട് നീ എനിക്ക് അഫ്വ് നൽകണേ എന്ന ദുആഇനെ വർദ്ധിപ്പിക്കാൻ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് അഫ്വിനെ ചോദിക്കാൻ ലൈലത്തുൽ ഖദ്ർ ദുആഇന് ഉത്തരമുള്ള രാത്രിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഗ്ഫിറത്തിനേക്കാളും പ്രാധാന്യമുള്ളത് അഫ്വിനാണ്. അല്ലാഹു അഫ്വ് തന്നാൽ ഒരു തെറ്റ് പോലും നമ്മുടെ ഏടിലുണ്ടാവില്ല. തെറ്റ് ഏടുകളിൽ ഇല്ലെങ്കിലുള്ള ഉപകാരം എന്താണ്? നമ്മുടെ തെറ്റുകൾ ഏടുകളിൽ ഇല്ലെങ്കിലുള്ള ഉപകാരം എന്താണ്? നിങ്ങൾ പറയും, ആലോചിച്ചിട്ട് പറയും. എന്താണ്? രണ്ട് മനുഷ്യന്മാരുണ്ട്, രണ്ടാൾ ഒരുപോലെ ജീവിച്ച ആളാണ്. ഒരാൾക്ക് അഫ്വ് കിട്ടി, ഒരാൾക്ക് മഗ്ഫിറത്ത് കിട്ടി. ഈ രണ്ടാളുകളും മഹ്ശറയിലെത്തിയാൽ രണ്ടാളുകളും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? അഫ്വ് ലഭിച്ച മനുഷ്യന് ഹിസാബ് ഉണ്ടാവില്ല, അഫ്വ് ലഭിച്ച മനുഷ്യന് ഹിസാബ് ഉണ്ടാവില്ല, ചോദ്യം ഉണ്ടാവില്ല. എന്നാൽ മഗ്ഫിറത്ത് ലഭിച്ച മനുഷ്യന് ഹിസാബ് ഉണ്ടാവും, അയാൾ രക്ഷപ്പെടുമെങ്കിലും. ഹിസാബ് ഉണ്ടാവും, പക്ഷെ അയാൾ രക്ഷപ്പെടും, ഹിസാബ് ഉണ്ടാവും. നമ്മൾ അല്ലാഹുവിനോട് എന്താ ദുആ ചെയ്യുന്നത്? പടച്ചവനെ ഹിസാബില്ലാത്ത, അദാബില്ലാത്ത സ്വർഗ്ഗം നൽകണേ അല്ലാഹ് എന്നാ നമ്മൾ ദുആ ചെയ്യാറുള്ളത്.
നാളെ മഹ്ശറ ലോകത്തെത്തിയാൽ അല്ലാഹു കോടാനക്കോടി ആളുകളുടെ മുമ്പിൽ വിളിച്ചു പറയുന്നത് ആരാണോ ഈ കൂട്ടത്തിൽ ആരുടെ പ്രതിഫലമാണോ ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത് അവരെണീറ്റ് നേരെ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് അല്ലാഹു പറയുമ്പോ ആരാണോ ദുനിയാവിൽ ജനങ്ങൾക്ക് മാപ്പ് നൽകിയത് അവര് മാത്രമാണ് ആ സദസ്സിൽ നിന്നെണീറ്റ് ഹിസാബില്ലാതെ നേരെ സ്വർഗത്തിലേക്ക് പോകുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അഫ്വ് കിട്ടാനുള്ള വഴി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയലല്ല, നമ്മൾ അഫ്വ് കൊടുക്കുന്നവരാവുക എന്നുള്ളതാണ്. അഫ്വ് കിട്ടാൻ വഴി എന്താണ്? അള്ളാഹു ഹിസാബില്ലാത്ത സ്വർഗം തരാനുള്ള വഴി എന്താണ്? നമ്മൾ അള്ളാഹിനോട് കുറെ അഫ്വിനെ ചോദിക്കലല്ല, അത് ചോദിക്കണം. അത് മാത്രമല്ല, നമ്മളോട് മോശമായി പെരുമാറിയ ആളുകളോട് പ്രതികാരം വീട്ടാതെ അവരോട് പ്രതികാരം വീടുകയോ അടിക്കുകയോ ദേഷ്യപ്പെടുകയോ തിരിച്ചടിക്കുകയോ തിരിച്ചു കേസ് കൊടുക്കുകയോ ചെയ്യാതെ ഞാൻ നിനക്ക് പുറത്തു തന്നു എന്ന് പറഞ്ഞ് എല്ലാവർക്കും അഫ്വ് ചെയ്യാം. കുടുംബത്തിലുള്ളവർ, അയൽവാസികൾ, നാട്ടുകാർ, ചങ്ങാതിമാർ ഒരുപാട് കടം വാങ്ങി തിരിച്ചു തരാത്തൊരു മനുഷ്യനുണ്ട്, നിനക്ക് ആഖിറത്തിൽ വെച്ച് കാണാം എന്ന് പറയുന്നതിന് പകരം നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറയാം. എന്തെങ്കിലും വീട്ടിൽ നിന്നൊരാൾ അടിച്ചുമാറ്റി കൊള്ളയടിച്ചു കൊണ്ടുപോയാൽ അയാളോട് ഇതിന് ചോദ്യം ചെയ്ത് നാളെ ആഖിറത്തിൽ കാണാമെന്ന് പറയുന്നതിന് പകരം ഞാൻ നിനക്കത് പൊരുത്തപ്പെട്ടു, നീ ഉപയോഗിച്ചോളൂ എന്ന് പറയുന്നതാണ് അഫ്വ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോയപ്പോ നബി തങ്ങളെയും സഹാബാക്കളെയും ആട്ടിയോടിച്ച ഒരു വിഭാഗമാണ് മക്കയിലുള്ളത്. നബി തങ്ങളെ വധിക്കാൻ വേണ്ടി നിരന്തരമായി പരിശ്രമം നടത്തിയ ആളുകളാണ് അവിടെയുള്ളത്. അവരോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഇദ്ഹബൂ വ അൻതും മുത്ലഖാ, നിങ്ങൾ പോയിക്കോളൂ, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളിൽ നിന്ന് ആരോടും ഞാൻ പ്രതികാരം എടുക്കുന്നില്ല, നിങ്ങളൊക്കെ സ്വതന്ത്രരാണ്, പോയിക്കോളി. അങ്ങനെയാണ് അഫ്വ് എന്ന് പറയുന്നത്. ആ അഫ്വ് നൽകാൻ നമ്മൾക്ക് കഴിയണം. കഴുത്തെറുക്കാൻ വന്നവനെ ഒന്നും ചെയ്യാതെ തിരിച്ചയക്കുന്ന അഫ്വ്, കേസ് കൊടുത്തവനെ തിരിച്ച് കേസ് കൊടുക്കാതെ തിരിച്ചയക്കുന്ന അഫ്വ്, അടിച്ചിട്ടും തിരിച്ചടിക്കാനുള്ള കഴിവുണ്ടായിട്ടും അടിക്കാതെ മാപ്പ് നൽകാനുള്ള കഴിവ്, നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അപകീർത്തിപ്പെടുത്തി നിങ്ങൾക്കെതിരെ നിരന്തരമായ വേട്ടയാടലുകൾ നടത്തിയിട്ടും അയാൾക്കെതിരെ ഖമ എന്ന ഒരു വാക്ക് പോലും പ്രതികരിക്കാതെ നിരുപാധികം മാപ്പ് നൽകാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഹിസാബില്ലാത്ത സ്വർഗ്ഗം അല്ലാഹു നിങ്ങൾക്ക് തരും. അതാണ് അഫ്വ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഫഅഫു, നിങ്ങൾ മാപ്പ് നൽകുകയും, നിങ്ങൾ മാപ്പ് നൽകിയാൽ അല്ലാഹു നിങ്ങൾക്ക് അഫ്വ് നൽകുമെന്നാണ് ഖുർആൻ പറയുന്നത്. അതേപോലെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ആയിഷ ബിബി പറയാൻ ലൈലത്തുൽ ഖദ്ർ ഏതാണെന്നറിഞ്ഞാൽ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് അസ്അലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, അല്ലാഹുവേ എനിക്ക് നീ അഫ്വിനെ തരണേ അല്ലാഹ്, എനിക്ക് നീ ആഫിയത്തിനെ തരണേ അല്ലാഹ് എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹാ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഒരാളെ സന്ദർശിച്ചു. അയാളാണെങ്കിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. ആ മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് അല്ലാഹുവേ അല്ലാഹുമ്മ മാ കുൻത മുആഖിബി ബിഹി ഫിൽ ആഖിറ, അല്ലാഹുവേ എനിക്ക് നീ ദുനിയാവിൽ ശിക്ഷ തരല്ലേ, എന്റെ ശിക്ഷയെ നീ ആഖിറത്തിൽ തരാതെ എനിക്ക് നീ ദുനിയാവിൽ വെച്ച് ശിക്ഷ തരണമെന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരാളെ കാണാനിടയായി. എനിക്ക് ആഖിറത്തിൽ തരാനുള്ള ശിക്ഷ ഫഅജ്ജിൽഹു ലീ ഫിദ് ദുനിയ, ദുനിയാവിൽ വെച്ച് തന്നെ തരണം. അങ്ങനൊന്നും ദുആ ചെയ്യരുത് കേട്ടോ. എനിക്ക് നീ ആഖിറത്തിൽ തരാൻ വിചാരിച്ച ശിക്ഷകൾ അല്ലാഹുവേ ആഖിറത്തിലേക്ക് വേണ്ടി മാറ്റിവെക്കാതെ ദുനിയാവിൽ വെച്ച് തരണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരാളെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണാനിടയായി. ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, എന്താ ഈ മനുഷ്യൻ ചെയ്യുന്നത്? ഇന്നക ലാ തതീഖു, നിനക്ക് സാധിക്കില്ല മോനെ ഇത്.
അഫലാ കുൻത തഖൂൽ, നിനക്ക് അല്ലാഹുവിനോട് പറഞ്ഞുകൂടെ اللهم آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നന്മ നൽകണേ അല്ലാഹ്. വഖിനാ അദാബന്നാർ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ കാക്കണേ അല്ലാഹ്. ഇതാണ് ഏറ്റവും നല്ല ദുആ. പാണക്കാട് സയ്യിദന്മാരൊക്കെ ഈ ദുആയെ ചിലപ്പോൾ ദുആർക്കുന്നുണ്ടാവുള്ളൂ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഹൈദർ അലി ശിഹാബ് തങ്ങളൊക്കെ പലപ്പോഴും ദുആ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل على سيدنا محمد وعلى آل سيدنا محمد ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم. അത് മതി. ഈ ദുആയിലെല്ലാം ഉണ്ട്. ഈ ദുആ എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള, എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പരിപൂർണമായ പ്രാർത്ഥനയാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, ദുനിയാവിലുള്ള നന്മകളേത്? വീട്, വണ്ടി, ആരോഗ്യം, നല്ല ഭാര്യ, നല്ല സമ്പാദ്യം, നല്ല കുടുംബം, നല്ല സന്തോഷം, ഇതൊക്കെ ദുനിയാവിലുള്ള നന്മയാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, പടച്ചോനെ ദുനിയാവിലുള്ള സകല നന്മകളും എനിക്ക് നീ തരണേ. ആഖിറത്തിലുള്ള നന്മ എന്താണ്? ഹിസാബില്ലാത്ത സ്വർഗം, ഖബറിലുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടൽ, മീസാനിൽ രക്ഷപ്പെടൽ, സിറാത്തിൽ രക്ഷപ്പെടൽ. അപ്പൊ ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നീ നന്മ തരണം എന്ന പ്രാർത്ഥന, അങ്ങനെ പ്രാർത്ഥിച്ചൂടെ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നത്, എന്തേ അയാൾക്ക് അല്ലാഹുമ്മ ആതിനാ ഫിദ് ദുനിയാ ഹസന, അല്ലാഹുവേ ദുനിയാവിൽ എനിക്ക് നന്മ നൽകണം റബ്ബേ, ആഖിറത്തിലും എനിക്ക് നന്മ നൽകണം റബ്ബേ എന്ന് ദുആ ചെയ്തുകൂടെ? വഖിനാ അദാബന്നാർ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവിൽ വെച്ച് തന്നെ എന്നെ ശിക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളോട് ആവശ്യപ്പെടുന്നത് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്.